നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് നിന്ന് അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത പുറത്തുവരുന്നു. ജോലിക്ക് നിന്ന വീട്ടിൽ ഭർത്താവ് അതിക്രമിച്ച് കയറി ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കല്ലുവാതുക്കൽ ജിഷ ഭവനിൽ രേവതിയാണ് മരിച്ചത്. 36 വയസ്സുകാരിയെയാണ് അതിക്രൂരമായി ഭർത്താവ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. ഭർത്താവ് ജിനുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. പോലീസ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശൂരനാട് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. അഞ്ചാലമൂട് താന്നിക്കമുക്ക് റേഷൻ കടയ്ക്ക് സമീപത്തുള്ള ഷാനവാസ് മൻസിലിൽ ഇന്നലെ രാത്രി 10:30-യോടെയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. ഈ സംഭവത്തെക്കുറിച്ച്, അതായത് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്, മാത്രമല്ല പ്രതിയെ ചോദ്യം ചെയ്തു. പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നതെന്ന് നോക്കാം. ഷാനവാസ് മൻസിലിലുള്ള ഒരു വയോധികനെ പരിചരിക്കാനാണ് രേവതി ഈ വീട്ടിൽ ജോലിക്കായി വന്നത്. പക്ഷേ ആ വീട്ടിലേക്കാണ് ഇയാൾ അതിക്രമിച്ച് കയറി അവിടെ വെച്ച് രേവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഇവിടെ അതിക്രമിച്ച് ഭർത്താവ് ജിനു എത്തിയത്. ഭാര്യ രേവതിയുമായി ഇയാൾ വഴക്കുണ്ടാക്കി. ഈ വഴക്കൊടുവിൽ ഒരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്ക് ഈ വഴക്ക് നീങ്ങുകയായിരുന്നു. നിലവിളി കേട്ട് ഓടി എത്തിയവരെല്ലാം രേവതിയെ കണ്ടത്, അതായത് ഈ കുത്തേറ്റ് പിടയുന്ന രേവതിയാണ് കണ്ടത്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രേവതിയെ. തുടർന്ന് രേവതിയെ എല്ലാവരും കൂടി ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അഞ്ചാലമൂട് പോലീസാണ് കേസെടുത്തത്. പ്രതിയെ പിടികൂടിയത്. അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിൽ പോകാൻ ശ്രമിച്ചു. പക്ഷെ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ ക്രൂരകൃത്യങ്ങൾ, ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ വർദ്ധിക്കുകയാണ്. ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. ഭർത്താവ് ഭാര്യയും, ഭാര്യ ഭർത്താവിനെയും, അതുപോലെ തന്നെ അച്ഛനും അമ്മയും മക്കളെയും, മക്കൾ അച്ഛനും അമ്മയും കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായ സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊല്ലത്തെ സംഭവത്തിൽ തന്നെ താൻ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയാണ് ഭർത്താവ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തിരിക്കുന്നത്. അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒടുവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയാൽ പ്രശ്നമുണ്ടാക്കി അവിടെ വച്ച് തന്നെ ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകം, കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റു കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്നാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ശൂരനാട് വെച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്ന് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം മറ്റ് നടപടികളൊക്കെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിക്രൂരമായ ഈ കൊലപാതകം മാത്രമല്ല, ഒരുപാട് കൊലപാതകങ്ങൾ ഇത്തരത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിനിടയിൽ ഒരുപാട് വിള്ളലുകൾ, പാളിച്ചകളൊക്കെ സംഭവിക്കുമ്പോൾ അത് ഒരു കൊലയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയും അത്തരത്തിൽ വളരെ ഭയാനകമായ ഒരു വാർത്തയാണ്. പാലക്കാട് നഗരമധ്യത്തിൽ അതിക്രൂരമായ കൊലപാതകം സംഭവിച്ചിരിക്കുന്നു. പീഡന ശ്രമത്തിനിടെ അതിക്രൂരമായി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വിശദമായി നോക്കാം. ആക്രി പെറുക്കി ജീവിക്കുകയായിരുന്ന യുവതിയാണ് എസ് സുബ്ബയ്യൻ എന്ന 40-കാരൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഉപദ്രവിച്ചു കൊലപ്പെടുത്തിയ ശേഷം പ്രതി തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീടാണ് കൊലപാതകമെന്ന് കണ്ടെത്തിയത്. അതായത് ഉപദ്രവിക്കുന്നു, ഇവർക്ക് ബോധം പോകുന്നു. അപ്പോൾ ഇയാൾ ഒരു ഓട്ടോറിക്ഷയിൽ കൈ കാണിച്ച് ഇത് തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ഇയാൾ കടന്നു കളയാൻ ശ്രമിച്ചു. പക്ഷേ ആശുപത്രി ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് പ്രതിയെ തടഞ്ഞു വയ്ക്കാനും ഇയാളെ പിടികൂടാനും പോലീസിന് സാധിച്ചു. ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസം മുട്ടിച്ചാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച മീനാക്ഷിപുരം പട്ടഞ്ചേരി മല്ലംകുളമ്പ് സ്വദേശി എസ് സുബ്ബയ്യനാണ്. ഇയാളാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് മരിച്ച ശേഷമാണെന്നും പോലീസ് കണ്ടെത്തി. ബലപ്രയോഗത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റു. ഇതായിരുന്നു യുവതിയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ യുവതിയെ എത്തിച്ചത്. അവശ നിലയിൽ യുവതിയെ കണ്ടെന്ന് പറഞ്ഞായിരുന്നു സുബ്ബയ്യൻ 46-കാരിയെ ആശുപത്രിയിൽ എത്തിച്ചത്. സംശയം തോന്നിയ ടൗൺ സൗത്ത് പോലീസ് സുബ്ബയ്യനെ ചോദ്യം ചെയ്തു. അപ്പോഴായിരുന്നു കൊലപാതകമാണ് എന്ന സൂചനയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ലൈംഗിക അതിക്രമത്തിനിടെ ബോധരഹിതയായതോടെ യുവതിയെ പ്രതി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. വണ്ടിത്താവളം മല്ലംകുളമ്പ് സ്വദേശിയാണ് സുബ്ബയ്യൻ. നേരത്തെ ഭാര്യയെ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. പീഡന ശ്രമം ചെറുക്കവെയാണ് യുവതിയെ സുബ്ബയ്യൻ മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയത്. പാലക്കാട് സ്വദേശിയായ 46 വയസ്സുകാരിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് യുവതിയെ സുബ്ബയ്യൻ തന്നെയാണ് ഓട്ടോയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്.
എന്തായാലും വളരെ ക്രൂരമായ ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ആത്മഹത്യകൾ ഒക്കെ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഒരു ദിനം പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസം കടന്നു പോകുന്നില്ല. അതേസമയം ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം സംസ്കരിച്ചു. ഇനി ഭർത്താവ് സതീശനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ആ നടപടികൾക്ക് ശേഷമാണ് ഈ ഒരു അതുല്യ നിവാസിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. കഴിഞ്ഞ 19-നായിരുന്നു അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ മരണശേഷം ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സതീഷ് ശങ്കറിന്റെ ശാരീരികവും മാനസികവുമായ ക്രൂരപീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്ന് അച്ഛൻ S. രാജശേഖരൻ പിള്ളയും അമ്മ തുളസിഭായിയും പ്രതികരിച്ചിരുന്നു. അതുല്യയുടെ അച്ഛൻ ചവറ തെക്കുഭാഗം പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷ് ശങ്കറിനെതിരെ കേസെടുത്ത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ത്രീധന പീഡനം, ശാരീരിക പീഡനം എന്നിവയ്ക്കെതിരായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറാണ് സതീഷ് ശങ്കർ. സംഭവത്തിൽ ഷാർജയിലെ അൽഗർ പോലീസും കേസെടുത്തിട്ടുണ്ട്. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ഷാർജയിൽ ഫോറൻസിക് പരിശോധനാ ഫലം. അതുല്യ തൂങ്ങി മരിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ മരണത്തിൽ അതുല്യയുടെ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന്റെ കേസെടുത്ത് കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. സതീഷിന്റെ ശാരീരിക മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. സതീഷ് ഭാര്യയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തത്. അതിനിടെ ഈ ഭർത്താവ് സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ അടക്കം രംഗത്ത് വന്നിരുന്നു. അതുല്യ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും സഹകരിക്കുന്നതും സതീഷ് വിലക്കിയിരുന്നുവെന്നും മാത്രമല്ല അതുല്യ ആണിനോടും പെണ്ണിനോടും സംസാരിക്കുന്നത് സതീഷിന് സംശയമാണ്. സ്ത്രീകളെ അടിമയെപ്പോലെയാണ് അയാൾ കാണുന്നത് എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളൊക്കെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.